എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നോട്ട് പാഡ് മേക്കിംഗ് ഐഡിയാസാണ് കാണിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമുക്ക് ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതി സൂക്ഷിക്കാനൊക്കെ ഇതുപോലത്തെ നോട്ട് പാഡ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു 5 ടൈപ്പിലുള്ള നോട്ട് പാഡ്സ് ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ബ്രൗൺ പേപ്പറിന് അതേ അളവിൽ 2 സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മേലെ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇതേ അളവിൽ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ അളവിൽ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ചധികം പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ 2 സർക്കിൾസ് ഇല്ലേ, അത് 2 സൈഡിലായിട്ട് ഈ പേപ്പേഴ്സിൻ്റെ 2 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കവർ പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ബുക്കിൻ്റെ ഫോമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ സർക്കിളിൻ്റെ അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണർ വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ താഴത്തെ ഭാഗം ഇങ്ങനെ കേർവ് പോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗണും റെഡും ബ്ലൂവും ഒക്കെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഡാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഡോനട്ടിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനി ഡോനട്ട് നോട്ട്ബുക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അടുത്ത മിനി നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് പകുതിക്ക് മടക്കുക. വീണ്ടും ഒന്ന് പകുതിക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പിങ്ക് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ പേജസും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു മടക്കിനാണ് നമ്മൾ ഓരോ പേജായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പിങ്ക് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഇപ്പോൾ ഒട്ടിച്ച് വെച്ച വൈറ്റ് പേപ്പേഴ്സ് ഒന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കർവ് ഷേപ്പ് ഇങ്ങനെ ഉള്ളിലേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു നോട്ട്ബുക്കിൻ്റെ ഫോമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ബ്ലൂ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ഡിസൈനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ മേലെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ബ്ലൂ പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് രണ്ട് ഇതുപോലത്തെ സർക്കിൾ ഷേപ്സ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ജസ്റ്റ് കണ്ണിൻ്റെ ഫോമിൽ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് പേപ്പറിൽ തന്നെ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ഐസ്ക്രീം നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത നോട്ട് പാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു A4 പേപ്പർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും ചെറിയ സൈസിൽ മിനി നോട്ട്ബുക്കിൻ്റെ സൈസിലാണ് നമ്മളൊന്ന് ഇത് മടക്കി കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി പേസ്റ്റിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇന്നറിൻ്റെ ഒക്കെ ബോക്സിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫിലിം കിട്ടും, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. ആ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ ഒന്ന് ഒരുമിച്ച് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് ഗ്ലൂ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുള്ള ഒരു മിനി നോട്ട് റെഡിയാവും. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിങ്ക് കളറാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലത്തെ ഒരു പൗഡറിൻ്റെ ടിന്നിൻ്റെ മേലെ നിന്ന് ഇതുപോലെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കവറിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നോട്ട് പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് കുറേ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒരു ഇമേജ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജിൻ്റെ ഷേപ്പിലുള്ള കുറേ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പേപ്പറില്ലേ അതിൽ നിന്ന് ഇതുപോലെ ഒരു സ്ട്രിപ്പും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ഹോൾ പഞ്ച് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പേപ്പറിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റം കൂടെ ഒരുമിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു നോട്ട് പാഡ് റെഡിയാവും. അപ്പോൾ ഇതുപോലെ പല പല ഷേപ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രയോൺസ് വെച്ചിട്ട് ഇതിൻ്റെ ബോർഡറിൽ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ക്യൂട്ടായിട്ടുള്ള നോട്ട് പാഡ്സ് റെഡി ആയിട്ടുണ്ട്. അടുത്ത നോട്ട് പാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ബ്ലൂ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ മൊത്തമായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഒന്ന് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഇത്രയും ഭാഗത്തും കൂടെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ബാക്കിൽ മൊത്തമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗമില്ലേ, അവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചായപ്പൊടിയുടെ ബോക്സിൻ്റെ തിൻ കാർഡ്ബോർഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ ബാക്കിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ കാർഡ്ബോർഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ നോട്ട് പാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം മുന്നേ ഉണ്ടാക്കിയ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നോട്ട് പാഡ്സ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.